പ്രാവശ്യം വന്നത് ശരിക്കും പറഞ്ഞ ഒരു സങ്കടകരമായ നിമിഷമാണ്. ഇപ്പം എനിക്ക് 5 ടീമുണ്ട് ഇവിടെ. ഒന്ന് ഇപ്പോൾ വയനാട് ടീമിൻ്റെയാണ് ഇപ്പോൾ കഴിഞ്ഞത്. വയനാട്ടിൽ നിന്ന് 2 ടീമുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരു ടീമുണ്ട്. തൃശ്ശൂരിൽ നിന്ന് 2 ടീമുണ്ട്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഉണ്ട്. ആലപ്പുഴയുണ്ട്. പിന്നെ അതുപോലെ തന്നെ എറണാകുളം ജില്ല ഉണ്ട് ഹൈസ്കൂള്. അങ്ങനെ മൊത്തം 7 ടീമാണ് എനിക്ക് ഉള്ളത്. ഞാൻ മാത്രമല്ല, എനിക്ക് എൻ്റെ കൂടെ 7 പേര് വേറെയുണ്ട്. ശിഷ്യന്മാർ തന്നെ ആണ്. അവർ ഒന്നിച്ചാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഫീൽഡ് വന്നിട്ട് 38 വർഷം. അപ്പച്ചനായിരുന്നു എൻ്റെ ഗുരു, ജോർജ് കുട്ടിയാച്ച. കഴിഞ്ഞ കൊല്ലം മകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊല്ലം വരാനിരിക്കുകയായിരുന്നു അവൾ ഈ സ്റ്റേറ്റിലേക്ക്. അവൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കില്ല. അവർ ICCയിലാണ് പഠിച്ചിരുന്നത് വെച്ചാൽ. അപ്പോൾ കലോത്സവങ്ങളിൽ അവൾ പങ്കെടുക്കും. അപ്പോൾ കലോത്സവം, സ്റ്റേറ്റ് കലോത്സവം കാണണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം പറഞ്ഞാണ് അവൾക്കും കൂട്ടുകാരത്തി കൂടി വരണമെന്നുള്ളത്. ഞാൻ ആൻഡ്രൂയുടെ ബ്രദറാണ്. അപ്പോൾ ഈ തവണ ചവിട്ടാളം കാണാൻ വരണമെന്ന് പറഞ്ഞു വെച്ചാൽ സ്റ്റേറ്റ് കലോത്സവം. അമ്മയുടെ അനിയത്തിൻ്റെ മോളുണ്ട്. അപ്പോൾ അവളുടെ ഇതൊക്കെ കാണാം, പിന്നെ മേക്കപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു വന്നതാണ്. പക്ഷേ പറ്റിയില്ല. ഇത്ര നാൾ ആഗ്രഹമൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ തവണ വരണം എന്നൊക്കെ പറഞ്ഞു വെച്ചാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ആകെ കൂട്ടി വെച്ചായിരുന്നു. ഇപ്പം ആ ഒരു സെയിം വേവ് ലെങ്ത്തും പിന്നെ ഇൻസ്റ്റയിലാണെങ്കിൽ റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ. പക്ഷെ ഇപ്പം അവിടെ ചെല്ലുമ്പോൾ ആരും അങ്ങനെ ഇല്ല. സ്റ്റേജ് ചേച്ചി അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ ചേച്ചി വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചേച്ചി സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ സ്റ്റേജിലായാലും റവന്യൂലായാലും ഫസ്റ്റ് കിട്ടിയപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ അടുത്തത് പോകുമ്പോൾ നന്നായിട്ട് കളിക്കണം അങ്ങനെയൊക്കെ പറയാമായിരുന്നു.